കൃപകളും ദൈവാനുഗ്രഹങ്ങളും നമുക്ക് പരസ്പരം നേരാം, പരസ്പരം ആശംസിക്കാം. കർത്താവിനോട് ചേർന്ന് പരിശുദ്ധ അമ്മ പ്രത്യുദ്ധരിച്ചതുപോലെ എല്ലാ സഹനങ്ങളിലും ദൈവീക ഹിതത്തിന് ആമേൻ പറഞ്ഞ പരിശുദ്ധ ഇങ്ങനെയുള്ള തിന്മകൾ നമ്മുടെയൊക്കെ സമൂഹത്തിലും നമ്മുടെയൊക്കെ വീട്ടുപടിക്കലും നടമാടുമ്പോൾ അതിനെതിരെ ചോദ്യം ചെയ്യാൻ ഞാൻ മടിക്കുന്നുണ്ടെങ്കിൽ എവിടെയോ നമ്മളൊക്കെ ഈ പകച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ തിന്മയ്ക്കെതിരെ പോരാടാനായിട്ടുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഈ വിശ്വാസത്തെ മണ്ണിൽ കുഴിച്ചിടുന്ന ഭോഷണതുല്യനായിട്ട് നമ്മൾ ജീവിക്കുകയാണ്. കണ്ണടച്ചിരുട്ടാക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുകയാണ്. എവിടെ തിന്മ നമ്മുടെയൊക്കെ സമൂഹത്തിൽ നടമാടുന്നോ അതിനെതിരെ ചോദ്യം ചെയ്യാനുള്ള തന്റെ ഇടമാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്.
ചോദ്യം വ്യക്തിപരമായിട്ട് ചോദിക്കണം. നമ്മുടെ കൺമുമ്പിൽ എത്രമാത്രം തിന്മകളും എത്രമാത്രമുള്ള അരാജകങ്ങളും ഒക്കെ നടക്കപ്പെടുന്നുണ്ട്. നീ മൗനമായിട്ട് നിന്നാൽ അതിന് സൈലന്റ് ആയിട്ട് നീ ഉത്തരം നൽകുകയല്ലേ? നിന്റെ ജീവിതത്തിൽ നീ കണ്ടുമുട്ടുന്ന ഇടങ്ങളിൽ തിന്മ നടമാടുന്നുണ്ടെങ്കിൽ അതിനെതിരെ ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു ആർജവത്വം വേണം നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നേടിയെടുക്കാൻ. കണ്ണടച്ചിരുട്ടാക്കുന്ന പ്രവണത നമ്മിലുണ്ട് എങ്കിൽ അത് മാറ്റപ്പെടാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ജനാധിപത്യ മതേതരത്വ ഭാരതത്തിൽ ഞാൻ ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രഭാത പുലരി ദൈവം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, തന്റെ ഇടത്തോട് ക്രിസ്ത്യാനി എന്ന രീതിയിൽ എന്റെ മതേതരത്വത്തെയും എന്റെ ജനാധിപത്യ ബോധത്തെയും വാനോളം പുകഴ്ത്തി ഇന്ന് ഞാൻ ഈ ഉയർത്തപ്പെടുന്ന പതാകയുടെ മുമ്പിൽ എന്റെ ശിരസ് നമിക്കുന്നുണ്ടെങ്കിൽ, അതിനെ അനുധാവനം ചെയ്യുന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആരുടെ മുമ്പിൽ എന്റെ രാഷ്ട്രീയ ബോധത്തെയും എന്റെ വിശ്വാസത്തെയും അടിയറ വയ്ക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ട് വേണം നമ്മൾ ഈ ദേശീയ പതാകയെ ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഒന്ന് പൂജിക്കാൻ, അതിനു മുമ്പിൽ നമ്മൾ ശിരസ് നമിക്കാൻ. അതുകൊണ്ട് ഈ ദേവാലയത്തിനായിരിക്കുമ്പോൾ സ്നേഹം നിറഞ്ഞവരെ, രാഷ്ട്രീയ ബോധം പേറുന്ന യഥാർത്ഥത്തിലുള്ള മതേതര ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഒരു പൗരനാണ് എന്ന് തന്റെ അടുത്തോട് പറയാനായിട്ടുള്ള ഒരു ആർജവത്വം നമ്മൾ നേടിയെടുക്കണം. കണ്ണടച്ചിരുട്ടാകുന്ന പ്രവണത നമ്മളിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റപ്പെടണം. തിന്മ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ അതിനെതിരെ ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു ആർജവ ബോധം നേടിയെടുക്കേണ്ട ഒരു സുദിനമാണ് ഈ സ്വാതന്ത്ര്യ ദിനം. നമുക്ക് അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം, ക്ഷണികമായിട്ടുള്ള ഈ ജീവിതം, ലോക ജീവിതം, അത് സ്വർഗ കേന്ദ്രീകൃതമായി തീരാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം. പരിശുദ്ധ അമ്മയുടെ ഈ സ്വർഗാരോഹണത്തെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നില്ല. പക്ഷേ സഭയുടെ പാരമ്പര്യവും അപ്പസ്തോല പ്രവർത്തനങ്ങളും ശ്രീഹന്മാരുടെ നടപടികളും ഒക്കെയാണ് പരിശുദ്ധ അമ്മയുടെ ഈ സ്വർഗാരോഹണത്തെ കുറിച്ച് നമ്മൾ കാണുക. അതിന് നിദാനമായി തീർന്ന നമ്മുടെ വിശ്വാസത്തിന്റെ തലവനായ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഒരു സംശയമാണ്. പരിശുദ്ധ അമ്മയുടെ മരണസമയത്ത് ശിഷ്യന്മാര് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ആ മരണക്കിടക്കയുടെ സാമീപ്യം ഉണ്ടായിരുന്നു. സഭയുടെ പാരമ്പര്യം അനുസരിച്ച് വിശുദ്ധ തോമാസ് ശ്ലീഹ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. എവിടെയൊക്കെ ദൈവത്തിന്റെ അത്ഭുതങ്ങളുണ്ടോ അവിടെയൊക്കെ നമ്മുടെ പിതാവ് പുറത്താണ്. ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാസ് ശ്ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ തിരുവിലാവിൽ തൊടാനുള്ള ഭാഗ്യം ദൈവം അവന് പിന്നീടാണ് നൽകുക. പരിശുദ്ധ അമ്മയുടെ ഈ മരണത്തിന്റെ സമയത്ത് ശിഷ്യന്മാര് അവിടെ ഉണ്ടായിരുന്നില്ല. ഈശോ തോമാസ് ശ്ലീഹ പുറത്തുപോയി തിരിച്ചു വരുമ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ മരണത്തെക്കുറിച്ച് തോമാസ് ശ്ലീഹായ്ക്ക് അറിവുണ്ടാവുക. ബാക്കി ശിഷ്യന്മാര് പറഞ്ഞു തോമാസ് ശ്ലീഹ അവിടെ പോയി ശാഠ്യ പിടിച്ചു എന്നാണ് പറയുക. പരിശുദ്ധ അമ്മയെ കബറടക്കിയിരിക്കുന്ന ഈ കബറിടത്തിന്റെ സമീപത്ത് ചെന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞ് ആ കബറിടം തുറക്കപ്പെടുകയും അവിടെ പരിശുദ്ധ അമ്മയുടെ ഒരു മേലയ്ക്ക് മാത്രമാണ് അവിടെ കാണപ്പെടുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ചരിത്രം. പരിശുദ്ധ അമ്മയുടെ ഈ ശൂന്യമായ കല്ലറ അവിടെ തോമാസ് ശ്ലീഹായുടെ വിശ്വാസത്തിന് സാക്ഷ്യമായിട്ട് ലോകത്തിന് മുമ്പിൽ പ്രത്യക്ഷീകരണത്തിലൂടെ ദൈവം അവിടെ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് സംഭവിച്ചു എന്നതിന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. സഭയിൽ സ്വർഗാരോഹണ തിരുനാൾ ആചരിക്കാൻ തുടങ്ങിയത് 1950 12-ാം പീസ് മാർപ്പാപ്പയാണ് പരിശുദ്ധ അമ്മയുടെ ഈ സ്വർഗാരോഹണ തിരുനാൾ സഭയുടെ ഔദ്യോഗിക തിരുനാളായിട്ട് ആചരിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 3, 4, 5 നൂറ്റാണ്ടുകളിൽ പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾ സാഘോഷം കൊണ്ടാടിയിരുന്നതിന്റെ പാരമ്പര്യം പേറുന്ന ഒരു സഭയിലെ അംഗമാണ് നമ്മൾ ഓരോരുത്തരും. ഇനി പരിശുദ്ധ അമ്മയുടെ ഈ സ്വർഗാരോഹണ തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ സ്നേഹം നിറഞ്ഞവരെ ഈ സുവിശേഷം നമ്മൾ കാണുകയാണ്. ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് പരിശുദ്ധ അമ്മ കാനായിലെ ആ വീട്ടിലുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയെ നീ ക്ഷണിക്കേണ്ട കാര്യമില്ല. നിന്റെ വീടിന്റെ വാതിൽ, നിന്റെ ഉമ്മറം പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നീ തുറന്നിട്ടാൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് പരിശുദ്ധ അമ്മ നിന്റെ കൂടെ ഉണ്ടാകും. നിന്റെ ജീവിതത്തിൽ കൽഭരണികളായിട്ട് കാലിയായിട്ടുള്ള കൽഭരണികളെ ഈശോയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മ ഉദ്ധരിച്ച് അതിനെ പുതുവീഞ്ഞിന്റെ ലഹരിയുള്ളതാക്കി തീർക്കും. വിട്ടുകൊടുക്കാനായിട്ട് മനസ്സുണ്ടാകുമ്പോഴാണ് പരിശുദ്ധ അമ്മ ആദ്യ അത്ഭുതത്തിന് ക്രിസ്തുവിനെ ക്ഷണിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇരുളടഞ്ഞു പോകുമ്പോൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനി എന്ത് എന്ന ചോദ്യം ഉണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് നിന്റെ ജീവിതത്തെ സമർപ്പിച്ചാൽ അവൾ അതിനെ പുതുവീഞ്ഞിന്റെ ലഹരിയുള്ള ജീവിതങ്ങളാക്കി തീർക്കും. പരിശുദ്ധ അമ്മയുടെ ഈ സ്വർഗാരോഹണ തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഈശോയുടെ മുമ്പിലാണ് അവരുടെ ആവശ്യത്തെ ഉത്തരിക്കുക. അത് വലിയൊരു പാഠം നമുക്ക് പറയുന്നു തരുന്നുണ്ട്. ജീവിതത്തിൽ വേറെ ആരോടെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കുന്ന പ്രവണത എന്നിലുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ ഒരു ആവശ്യം പറഞ്ഞാൽ, ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് 4 പേരോട് പറയുന്ന ഒരു പ്രവണത എന്നിലുണ്ട് എങ്കിൽ അത് മാറ്റപ്പെടാനായിട്ട് പരിശുദ്ധ അമ്മ നിന്നെ പ്രബുദ്ധരയാക്കുകയാണ്. പരിശുദ്ധ അമ്മ ആരോടും പറഞ്ഞില്ല, ഈശോയുടെ മുമ്പിൽ പോയി അവന്റെ ചെവിയിൽ മാത്രമാണ് ഈ ആവശ്യം ഉത്തരിക്കുക. വലിയൊരു നിരാശയുടെ സാഹചര്യത്തിലാണ് ആ കുടുംബമായിരിക്കുക. അവരുടെ ജീവിതത്തിൽ ഇനി
ഈ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് അല്ലെങ്കിൽ വിരുന്നിന് വന്നവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്ന ഏറെ നിരാശജനകമായിട്ടുള്ള ഈ കാര്യം പരിശുദ്ധ അമ്മ തിരിച്ചറിഞ്ഞപ്പോൾ ആരോടും പറയാതെ തന്റെ പുത്രന്റെ സന്നിധിയിൽ പരിശുദ്ധ അമ്മ അവരുടെ ആവശ്യത്തെ ധരിപ്പിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ഈ വലിയൊരു പാഠം സ്വീകരിക്കാം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങളോ ദുരിതങ്ങളോ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്തിക്കേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. ദൈവത്തിന്റെ മുമ്പിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ, അവരുടെ കാര്യം ദൈവസന്നിധിയിൽ എത്തിച്ചാൽ കർത്താവ് ബാക്കിയൊക്കെ നോക്കിക്കൊള്ളും. അതുകൊണ്ട് ഈ സ്വർഗ്ഗാരോഹണ തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒത്തിരിയേറെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നമുക്ക് ലഭിച്ചിട്ടില്ലേ പരിശുദ്ധ അമ്മ വഴി? നമ്മൾ എന്തുമാത്രം ജപമാലകൾ ചൊല്ലിയവരാ, എന്തുമാത്രം നവേനെ പങ്കെടുത്തവരാ. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഈ സ്വർഗ്ഗാരോഹണ തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ നിന്നെ പോലെ അമ്മയുടെ ഉദരത്തിലെ എനിക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന വിശുദ്ധിയുടെ ഒരു പാനപാത്രത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ ലോകം അത് സ്വർഗമാക്കി തീർക്കുവാൻ, അതിനേക്കാൾ ഉപരിയായിട്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ ദൈവം കൈപിടിച്ചുയർത്തിയതുപോലെ എൻ്റെ ജീവിതത്തെ ദൈവം കൈപിടിച്ചുയർത്തി ദൈവത്തിന്റെ വലതുഭാഗത്തിരുത്തും എന്ന് വിശ്വസിക്കാനായിട്ടുള്ള ഒരു വിശ്വാസ തീക്ഷ്ണതയാൽ എന്നെ നിറച്ച് ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഈ സന്തോഷം നിറഞ്ഞ ഈ ദിവസം, പ്രത്യേകിച്ച് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗ്ഗാരോഹണ തിരുനാളും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം നമ്മൾ ആചരിക്കുമ്പോൾ സ്നേഹം നിറഞ്ഞവരെ, യഥാർത്ഥമുള്ള സ്വാതന്ത്ര്യത്തെ അത് തിരിച്ചറിയാനായിട്ട്, ജനാധിപത്യ മതേതരത്തിന്റെ ഈ സ്വാതന്ത്ര്യത്തിന്റെ ജീവിതത്തിന്റെ മാധുര്യം ആസ്വദിക്കാനായിട്ട് വിശ്വാസ സമൂഹത്തെ, പ്രത്യേകിച്ച് ക്രൈസ്തവ ജനതയെ ശക്തിപ്പെടുത്തി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിന് ഇന്ന് ഭാരതത്തിന് നേതൃത്വം നൽകുന്ന എല്ലാ നേതാക്കന്മാർക്കും അതിനുള്ള കൃപാവരം നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം പരിശുദ്ധ അമ്മയുടെ ഈ സ്വർഗ്ഗാരോഹണ തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ പോലെ നമ്മളും ദൈവഹിതത്തിന് കാതുകൊടുത്തുകൊണ്ട് പ്രതിസന്ധികളിൽ ബുദ്ധിമുട്ടുകളിൽ ആമേൻ പറയുവാനും, ജീവിതത്തിൽ ഈ ലോക ജീവിതത്തെ സ്വർഗമാക്കി തീർത്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ക്ഷണിക്കപ്പെടാനായിട്ടുള്ള കൃപ നൽകി ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തി വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപ ഈശോ നമുക്ക് ഓരോരുത്തർക്കും സമർത്ഥമായി നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെല്ലാം ശ്രമിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത അത്ര വലിയ അനുഗ്രഹമാണ് എന്ന് നൽകിയിരിക്കുന്നത്. തീർത്തുമയോഗ്യനാകുന്നു. എങ്കിലും സുസ്ഥിരവും പരിശുദ്ധവും ജീവനായ ദൈവവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാര്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. സ്വർഗത്തിൽ നൽകിയതും ജീവനുള്ള അപ്പവുമാകുന്നു. ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭഗമാനീടാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും എന്റെ രക്തം പാനം ചെയ്യും മാനവരെന്നിൽ ദിവസിക്കും അവരിൽ ഞാനും നിശ്ചയമാ വിധിയിൽ വീഴാതവരെ ഞാൻ അന്തിമ ദിവസം ഉയർത്തിക്കും നിത്യായുസവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലെ ഈ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാനരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ എന്നും
വഴിയായി നാം സംരക്ഷിതരാം തീരട്ടെ, മുദ്രിതരാം ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.